വെക്കേഷൻ അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. നമ്മുടെ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന, ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് തനിമ ഫാം ലൈഫ്. അവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ സ്റ്റേ ഉണ്ട്, അതുപോലെ വൺ ഡേ ഉണ്ട്. നമ്മൾ വൺ ഡേ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വരുമ്പോൾ തന്നെ അവരിതാ ഇങ്ങനെ ടാഗ് നമ്മുടെ കയ്യിൽ അണിയിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമ്മുടെ ചിരട്ട ഗ്ലാസ്സിൽ നല്ല മാംഗോ ജ്യൂസും അതുപോലെ തന്നെ കുറച്ച് മാങ്ങ ഉപ്പിലിട്ടതും കുറച്ച് കുക്കീസും ഒക്കെ തരും കേട്ടോ. അതൊക്കെ കഴിച്ച് നമ്മുടെ ഒപ്പം 2 ഗൈഡും ഒരു ക്യാമറമാനും നമ്മുടെ ഒപ്പം കൂടും. നമ്മൾ ഫോട്ടോ ഒന്നും എടുത്ത് കഷ്ടപ്പെടേണ്ട, അവർ തന്നെ എല്ലാം എടുത്ത് തന്നോളൂ കേട്ടോ. അങ്ങനെ ഗൈഡ് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമ്മളെ ഓരോ സ്ഥലത്തേക്ക് ആട്ടുംപറ്റങ്ങളെ മേയ്ക്കുന്ന പോലെ മേയിച്ചു കൊണ്ടുപോവാണ്. ആദ്യം നമ്മൾ ബോട്ടിങ്ങിനാണ് കേട്ടോ കയറിയത്. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കയാക്കിങ് കഴിഞ്ഞ് സിപ്പ് ലൈനിൽ കയറുകയായി. എല്ലാവരും സിപ്പ് ലൈനിൽ കയറി. പ്രായഭേദമന്യേ ചെറിയവർ തൊട്ട് വലിയവർ വരെ എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാവരും ഇതിന് മുതിർന്നതും. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആവണമെങ്കിൽ ആവാം. കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയും അതുപോലെ അമ്പെയ്ത്തും വോളിബോളും ഒക്കെ ഉണ്ട് അവിടെ. ഞാനും കുറച്ച് അഡ്വഞ്ചറസ് ആയിക്കോട്ടെ എന്ന് വെച്ചു. എൻ്റെ ചേച്ചിയുണ്ട്. അങ്ങനെ കുറച്ച് പേര് മീനിന് കാലിട്ട് കൊടുത്തിരിക്കുകയാണ്. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സ്ഥലം. കുറച്ച് പേര് കുതിരസവാരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് പേര് ക്ഷീണിച്ചപ്പോൾ കരിക്ക് കുടിക്കാനും പോയിട്ടോ. അത് കഴിഞ്ഞ് എല്ലാ സ്ഥലത്തും നമ്മൾ മോരും വെള്ളം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കയറുണ്ടാക്കാനും മൺചട്ടി ഉണ്ടാക്കാനും ഒക്കെ കുറേ പേര് പോയി. ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ഊണ് കഴിക്കാൻ ഒരു വണ്ടിയിൽ കൊണ്ടുപോയി. അങ്ങനെ ഊണിനെ കുറിച്ച് ഒന്നും പറയാനില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. ബെസ്റ്റ് ഫുഡാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ പോയത് ഈ സംഭവത്തിൻ്റെ അടുത്തേക്കാണ്. കുറച്ച് പേടിയുണ്ടെങ്കിലും ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നതാണ് കേട്ടോ. എൻ്റെ മോളും കുഞ്ഞ് ആമയെ കയ്യിലെടുത്ത് നിൽക്കുന്നുണ്ട്. ഈ ചേട്ടനാണ് ഇതിൽ അടിപൊളി. ചേട്ടൻ ഇഗ്വാനേനെയൊക്കെ കഴുത്തിൽ വെച്ചാൽ നിൽക്കുന്നത്. പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഓണർ. ഈ ഓണറെ കണ്ട് നമ്മളിതിൻ്റെ അഭിപ്രായം റിവ്യൂസൊക്കെ പറഞ്ഞു. സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഒരാൾ ഇവിടെ ഈ ആളെയും പിടിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി. ഇത് കണ്ടപ്പോൾ എനിക്ക് മിഥുന സിനിമ ഓർമ്മ വന്നെങ്കിലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെല്ലാവരും ഫാമിലിയായിട്ട് അത്ര എൻജോയ് ചെയ്തു. കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട്, അവരും ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരാൾ വലിയ കാർന്നവരായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരാളെ നോക്കിക്കൊണ്ട് മറ്റേ ചേച്ചി കേട്ടോ. അങ്ങനെ നമ്മൾ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന കാടിൻ്റെ ഉള്ളിലേക്ക് പോയി. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവരുടെ കൃഷിയും ഹൈഡ്രോപോണിക്സും അങ്ങനെ കുറേ കാര്യങ്ങളും ജൈവവളങ്ങളും മണ്ണിര കമ്പോസ്റ്റും ഒക്കെ പറഞ്ഞു തന്നു. ഇവർ വലിക്കുന്നത് ചീനവല ഉയർത്തി അതിന് മീനെ പിടിക്കാനാണ്. പക്ഷെ ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് എൻ്റെ മോള് കാറൊക്കെ ഓടിക്കാൻ വേണ്ടി പോയി. സ്റ്റൈലായിട്ട് കാറൊക്കെ ഓടിച്ച് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് എങ്ങനെയായിട്ട് അറിയോ, നമ്മുടെ സ്കൈ സൈക്ലിങ്ങിനാണ് കേട്ടോ. അടിപൊളിയായിട്ട് സ്കൈ സൈക്ലിംഗ് ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് വരുമ്പോൾ ഒരാൾ വെള്ളത്തിൽ കിടന്നുറങ്ങുന്നു. എന്ത് സുഖമായിട്ട് ഉറങ്ങുന്നത്, വെള്ളത്തിൽ കിടന്നുറങ്ങാമെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇവരൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. പഴയ നൊസ്റ്റാൾജിയൊക്കെ ഇവർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാൾ ഓടിക്കയറുന്നുണ്ടോ, പിടിക്കാൻ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. പിടിച്ചു. അങ്ങനെ ഇവിടെ എത്തി. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്നാൽ ഞങ്ങളും കയറട്ടെ എന്ന് വെച്ച് ചേട്ടന്മാരും അതിൽ കയറി ഒഴുകി വരുന്നുണ്ട് കേട്ടോ. സ്ലൈഡൊക്കെ ചേട്ടന്മാരും അത്ര എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്ത് എല്ലാം അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കൊണ്ടുപോയത് എങ്ങോട്ടാണെന്നറിയോ, റെയിൻ ഡാൻസ്. അടിപൊളിയായിരുന്നു. അടിപൊളി മ്യൂസിക്കൊക്കെ വെച്ചിട്ട് എല്ലാവരും ഭയങ്കര ചെറുപ്പമായിട്ട് അവരുടെ ടെൻഷൻസൊക്കെ മറന്ന് ആഹ്ലാദിച്ചൊരു സ്ഥലമായിരുന്നു കേട്ടോ. അത്ര അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി വരുമ്പോൾ നമുക്ക് ജ്യൂസോ അല്ലെങ്കിൽ നല്ല കോഫിയോ അതുപോലെ തന്നെ നല്ല കപ്പയും ചമ്മന്തിയും അതുപോലെ നല്ല പഴംപൊരി അതൊക്കെ കിട്ടുന്നൊരു സ്ഥലത്ത് അടിപൊളി ഫുഡാണ്. ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അത് വിളമ്പുന്നതും അവരത്രയും ഹാപ്പി ആയിട്ടാണ്. അവരുടെ മനസ്സ് നിറഞ്ഞിട്ടും നമ്മളോട് അത്രയും ഇഷ്ടത്തോടു കൂടിയാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും നമ്മുടെ വയറും ഒരുപോലെ നിറയും കേട്ടോ. നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഇരുന്നത്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റോറിലേക്ക് പോയി. സ്റ്റോറിൽ നിന്ന് വേണ്ട സാധനങ്ങൾ മേടിക്കേണ്ടവർക്ക് മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റോറിലേക്കൊക്കെ പോയിട്ടോ. ഇവിടെ ചിരട്ട കൊണ്ട് വൈൻ ഗ്ലാസും അതുപോലെ ബാംബു ഫ്ലാസ്കൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. അത് കഴിഞ്ഞ് നമ്മൾ പോയത് വീണ്ടും ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. ഇതുവരെ കണ്ടത് അടിപൊളിയല്ല എന്നല്ല, അവിടെയും കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ.
ഇവിടെ ഇങ്ങനെ കുറേ കലപ്പയും, അതായത് പഴയ കർഷകരുടെ കുറേ കാര്യങ്ങളും ഒരു കർഷക സ്ത്രീയെയും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് മസാജിനൊക്കെ പോയി അടിപൊളിയായി, ബോഡിയൊക്കെ ഭയങ്കര റിലാക്സ്ഡായി. ഇതാണ് കേട്ടോ നമ്മളുടെ ക്യാമറാമാൻ. അപ്പോൾ ക്യാമറാമാൻ്റെ ബായൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ എല്ലാവരോടും ബായൊക്കെ പറഞ്ഞത് ഇതാണ് നമ്മുടെ ഗൈഡഡ് ബായ് പറയുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട്, എന്നാൽ വേഗം കഴിഞ്ഞല്ലോ എന്നുള്ള കുറച്ച് സങ്കടത്തിലും അവിടെ നിന്ന് അത്രയും സന്തോഷമായിട്ടാണ് കേട്ടോ മടങ്ങിയത്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് ഇനിയും കാണുന്നവരെ ബായ്.